അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹ തുലാബുൽ അഇസ്സ മർഹബൻ ബികും ജമീഅൻ. പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്താണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ? ഡാഷ് ഫാത്തിമത്തു അത്തുഫാഹ. ഫാത്തിമ ആപ്പിൾ എന്തോ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്തത്? അക്കലത്ത് എന്നാണോ, ഖതഫ എന്നാണോ, ഖതഅ എന്നാണോ? അക്കലത്ത് പറഞ്ഞാൽ അവൾ ഭക്ഷിക്കുന്നു, ഖതഫ എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക, തട്ടിയെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. തട്ടിയെടുക്കുക. ഓക്കെ. ഖതഅ എന്ന് പറഞ്ഞാൽ മുറിക്കുക. ഇതിൽ ഏത് ഫിഅലാണ് ഇവിടെ മാച്ചായിട്ട് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് എങ്ങനെ കണ്ടെത്തും എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നുക്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതുക. ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. അന അക്തുബു, ബ്രാക്കറ്റിൽ യക്തുബു എന്ന് നൽകിയിട്ടുണ്ട്. ഈ യക്തുബു എന്നത് ഇവിടെ അന വന്നപ്പോൾ അക്തുബു ആയിട്ട് മാറി. അതുപോലെ ഇവിടെ അന നമുക്ക് കാണാൻ സാധിക്കും. യജ്ലുസു എന്നതിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? യലഅബു എന്നതിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അതോടൊപ്പം തന്നെ ഇവിടെ നോക്ക്, നഹ്നു, യജ്ലിസു എന്നത് നഹ്നുവിൽ പ്രവേശിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? യലഅബുവിന് മുമ്പിൽ നഹ്നു വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പൊതുവെ നമ്മൾ പരീക്ഷയ്ക്ക് കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ രീതിയിലുള്ള ചോദ്യങ്ങളോട് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാണ്. ഓക്കെ ആണോ? പാഠഭാഗത്തേക്ക് കടക്കട്ടെ. നിങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് ഈ ഭാഗം പഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മക്കൾ ഇവിടെ നോക്ക്, ലൊമീറുകൾ നമുക്കറിയാം. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അനാ നഹ്നു എന്ന ലൊമീറുകൾ നമുക്കറിയാം. ഓരോ ലൊമീറുകൾക്ക് മുമ്പിലും ഫിഅലിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് മുദക്കർ ആണെങ്കിൽ ഒരു മാറ്റം, മുഅന്നസ് ആണെങ്കിൽ മറ്റൊരു മാറ്റം. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഒരു ഫിഅല്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിഅല് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുത്ത ഫിഅല് ദഹബ എന്നാണ്. ഓക്കെ, ഞാൻ തിരഞ്ഞെടുത്ത ഫിഅല് ഏതാ? ദഹബ എന്ന ഫിഅലാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഓക്കെ ആണോ? ഇനി ഫിഅലു മാളിയില് ഹുവ എന്ന ലൊമീറിനോട് ചേർന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ഹുവ എന്ന ലൊമീറിൽ വരുമ്പോൾ ദഹബ എങ്ങനെയായിരിക്കും? ദഹബക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കോ? ഇല്ല. എങ്ങനെയാണ് എഴുതുക? ഇത്ര കട്ടി വേണ്ട അല്ലേ, കുറച്ച് കട്ടി കുറയ്ക്കാം നമുക്ക്. ദഹബ, ഹുവ എന്ന ലൊമീറിനോട് ചേർന്ന് ഫിഅലു മാളി വരുമ്പോൾ ദഹബ. എന്നാൽ ഫിഅലു മുളാരിഅല് ഹുവ എന്ന ലൊമീറുമായി ചേർന്ന് വരുമ്പോൾ, അവനെ സൂചിപ്പിക്കുമ്പോൾ അത് യദ്ഹബു ആയിട്ട് മാറും. മനസ്സിലായോ? അത് യദ്ഹബു ആയിട്ട് മാറുന്നു. ഇനി അടുത്ത് നോക്കാം, ഹിയ. ഹിയ എന്നാൽ അവൾ എന്നാണ് അർത്ഥം. ദഹബ എന്ന ഫിഅലു മാളിയില് അത് അവളെ സൂചിപ്പിക്കുമ്പോൾ, അവൾ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുമ്പോൾ ഒരക്ഷരം കൂടി വരുന്നുണ്ട്. ആ അക്ഷരം ത ആണ്. ഏതാണ് അക്ഷരം? ആ അക്ഷരം ത ആണ്. ഏതാണ് മക്കളെ അക്ഷരം? ത എന്ന അക്ഷരം കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദഹബ എന്നത്, ദഹബ ഹിയ പ്ലസ് ദഹബ, അവൾ പോയി എന്ന് പറയുമ്പോൾ എന്ത് മാറ്റാണ് അവിടെ ഉണ്ടായിരിക്കുക? നോക്ക്, ദഹബത്ത്. ക്ലിയർ ആണോ? ഇനി അവൾ ഒരു സ്ത്രീ പോകുന്നു എന്നെങ്ങനെ പറയാ? തദ്ഹബു. ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി അന, ഞാൻ പോയി എന്നത് ഫിഅലു മാളിയില് നമ്മൾ ദഹബത്തു എന്നാണ് പറയാം. എന്നാൽ ഫിഅലു മുളാരിഅലാകുമ്പോൾ അദ്ഹബു എന്നാണ് പറയാം. ഇനി നോക്ക്, അവസാനത്തിലേക്ക് നമ്മൾ പോവാണ്. നഹ്നു, ഞങ്ങൾ പോയി എന്ന് ഫിഅലു മാളിയിൽ എങ്ങനെ പറയും? ദഹബ്നാ.
ദഹബുന. ഫിഅലു മുളാരിഅല് എങ്ങനെ പറയാ? നദ്ഹബു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉദാഹരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഫിഅലു മുളാരിഉമായി ബന്ധപ്പെട്ട് ഫിഅലു മുളാരി ആരംഭിക്കുന്നത് ഒന്നുകിൽ അലിഫ്, അല്ലെങ്കിൽ യാ, അല്ലെങ്കിൽ നൂന്, അല്ലെങ്കിൽ താ എന്നീ 4 ഹർഫുകളിലായിരിക്കും, 4 അക്ഷരങ്ങളിലായിരിക്കും. ഈ 4 അക്ഷരങ്ങൾക്കും ഓരോരുത്തരെയാണ് സൂചിപ്പിക്കുന്നത്. അലിഫ് എന്ന് വെച്ചാൽ ഞാൻ എന്നാണ് അർത്ഥം. ഞാൻ, അന എന്ന് പറയും. അലിഫ് ഞാൻ അല്ലെങ്കിൽ അന. ഇപ്പൊ ദഹബനെ നമ്മൾ ഫിഅൽ മുളാരി ആക്കുമ്പോൾ അദ്ഹബു, അക്തുബു, അജ്ലിസു എന്നിങ്ങനെ പറയും. യാ എന്നത് ഒരു പുരുഷനെ സൂചിപ്പിക്കുവാനാണ്. യാ എന്നത് ഒരു പുരുഷൻ. നമുക്ക് ഏത് ലൊമീറിൽ ഉൾപ്പെടുത്താം? ഹുവ ലൊമീറിലാണ് യാ വരിക. ഇനി നൂനാണെങ്കിലോ ഞങ്ങൾ. എന്താണ്? നഹ്നു. നഹ്നു ലൊമീറിലാണ് എന്ത് വരിക? നൂന് വരിക. ഇനി അടുത്തത് നോക്കാം. താ ആർക്കാണ്? ഒരു സ്ത്രീയെ സൂചിപ്പിക്കുവാനാണ് ഇത് ഉപയോഗിക്കുക. താ എങ്ങനെയാണ്? ഹിയ എന്ന ലൊമീറിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഈ രീതിയിൽ അനയാണെങ്കിൽ ഫിഅൽ മുളാരി ആരംഭിക്കേണ്ടത് അലിഫ് വെച്ചിട്ടാണ്. ഒരു പുരുഷൻ പോയി എന്നാണ് പറയുമെങ്കിൽ അവിടെ യാ വെച്ചിട്ടാണ്. ഒരു സ്ത്രീ പോയി എന്നാണെങ്കിൽ അത് താ വെച്ചിട്ടാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി എന്നാണെങ്കിൽ അവിടെ നൂന് വെച്ചിട്ടാണ് ആരംഭിക്കേണ്ടത്. ഈ ഭാഗം ക്ലിയർ ആണെങ്കിൽ മക്കളെ ഈ ഒരു കാണുന്ന സ്ലൈഡ് നിങ്ങൾ പൂരിപ്പിച്ചോളൂ. ഇവിടെ നമുക്ക് കതബ എന്ന ഫിഅലിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏത് ഫിഅലിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്? കതബ. കതബ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കതബ എന്ന് വെച്ചാൽ എഴുതി എന്നാണ് അർത്ഥം. കതബ എഴുതി. നോക്കൂ, ഫിഅലു മാളി നമുക്ക് ആദ്യം എഴുതാം. ഫിഅലു മാളി നമുക്ക് എഴുതാം. ഹുവ അവൻ. എത്ര ആളാ? അവൻ ഒരാളാണ്. അവൻ ഒരാൾ എഴുതി. ഫിഅലു മാളിയാണ്, എഴുതി കഴിഞ്ഞു. എങ്ങനെ നമ്മൾ പറയും? അതെ, കതബ എന്നാണ് നമ്മൾ പറയാ. കതബ. ഇനി നോക്കാം, അവൻ എഴുതി. ഇനി അവൾ, രണ്ടാമത്തത് നമുക്ക് എന്ത് എഴുതണം? അവൾ എഴുതണം. അവൾ എന്നതിന്റെ ലൊമീർ ഏതാണ്? ഹിയ എന്നതാണ് ലൊമീർ. ഇനി അവൾ എഴുതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവസാനത്തിൽ ഏത് അക്ഷരം കൂടി വരണം ഫിഅലു മാളിയില്? കതബത്ത്. കതബത്ത് എന്ന അക്ഷരം താ എന്നത് അവിടെ കൂടി വരുന്നു. അടുത്തത് അനയാണ്. ഞാൻ എഴുതി കഴിഞ്ഞു. ഞാൻ എഴുതി കഴിഞ്ഞു എന്നതിന് അവസാനത്തില് ഓക്കെ കതബത്തു. ഞാൻ എഴുതി കഴിഞ്ഞു. അടുത്തത് നഹ്നു. നഹ്നു ആണെങ്കിൽ എന്തായിരിക്കും? കതബ്ന. ഓക്കെ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ മറ്റൊന്നു കൂടി പഠിക്കാനുണ്ട്. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇങ്ങനെയാണെങ്കിൽ നമ്മള് ഇത് ഫിഅലു മുളാരിയുടെ കേസാ. ഫിഅലു മുളാരി. ഫിഅലു മുളാരി. ഇനി നമുക്ക് ഫിഅലു മാളിയുടെ കേസ് പറയാം. ഫിഅലു മാളി. ഫിഅലു മാളിയുടെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫിഅലു മാളിയില് അന എന്ന ലൊമീറിന്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, പ്രത്യേകിച്ച് അക്ഷരങ്ങളൊന്നും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല. എന്നാൽ ഹുവ എന്ന ലൊമീർ ആണെങ്കിൽ അന എന്ന ലൊമീറിന്റെ കൂടെ മക്കളെ ഒരു മിനിറ്റ് വരെ ശ്രദ്ധിക്ക്. അന എന്ന ലൊമീറിന്റെ കൂടെ അവസാനത്തിൽ നമ്മൾ തു എന്ന അക്ഷരം കൂട്ടിച്ചേർക്കണം. ഞാൻ പറഞ്ഞു മാറിപ്പോയതാണ്. അന എന്ന ലൊമീറിന്റെ കൂടെ അവസാനത്തിൽ ദഹബ ഞാൻ പോയി, ദഹബത്തു എന്ന അക്ഷരം നമ്മൾ കൂട്ടിച്ചേർക്കണം. ഹുവന്റെ കൂടെ കാര്യമായിട്ട് നമ്മളൊന്നും കൂട്ടിച്ചേർക്കാൻ ഇല്ല. അടുത്തത് നഹ്നു ആണ്. നഹ്നുവിന്റെ അവസാനത്തില് നമ്മൾ നാ എന്ന് കൂട്ടിച്ചേർക്കും. ദഹബന, കതബന, ദറസ്ന, ജലസ്ന. ഇനി അവസാനത്തത് ഹിയ ആണ്. ഹിയന്റെ കൂടെ നമ്മൾ ഏതാ കൂട്ടിച്ചേർക്കുക? ത് ആണ് കൂട്ടിച്ചേർക്കുക. മാറിപ്പോകരുത്. ത്
ആണെങ്കിൽ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നു, തു ആണെങ്കിൽ ഞാൻ എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഒരു ഭാഗവും മക്കൾ അറിഞ്ഞു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റും. നോക്ക്, ഹുവ ഫിഅലു മാദി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫിഅലു മുളാരി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഒരു പുരുഷൻ, ഹുവ എന്നത് പുരുഷനെ സൂചിപ്പിക്കുന്ന ലൊമീറാണ്, ഒരു പുരുഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന് നമ്മൾ എങ്ങനെ പറയാ? ഹുവ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹുവ ആണെങ്കിൽ ഏത് ലൊമീറാണ്? ഹുവ ആണെങ്കിൽ യാ ആണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യക്തുബു എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ ആണോ? യക്തുബു എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇനി അടുത്തത് നോക്കാം. അന, ഞാൻ എന്ന് വരണമെങ്കിൽ, അന എന്ന് വരണമെങ്കിൽ നമ്മൾ ഏത് അക്ഷരാണ് ഉൾപ്പെടുത്തേണ്ടത്? അലിഫാണ്. ഫിഅലു മുളാരി ആരംഭിക്കേണ്ടത് അലിഫിലാണ്. നമ്മൾ എഴുതുന്നു അക്തുബു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ നോക്കുന്നു നെഹ്നു ആണ്. നെഹ്നു ആണെങ്കിൽ ആരംഭിക്കേണ്ടത് നൂന് എന്ന അക്ഷരത്തിലാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അക്തുബു എന്നത് എന്തായിട്ട് മാറും? നെക്തുബു ആയിട്ട് മാറും. മക്കളെ, ഇവിടെ മറ്റൊരു മാറ്റം കൂടെ സംഭവിക്കാനുണ്ട്. ഫിഅലു മാദിയില് അവസാനത്തിലാണ് അക്ഷരം കൂടി വരുന്നത്. ഫിഅലു മാദിയില് അവസാനത്തിലാണ് അക്ഷരം കൂടി വരുന്നത്, അല്ലേ? അവസാനത്തിലാണ്. എന്നാൽ ഫിഅലു മുളാരിയില് ആദ്യത്തിലാണ് അക്ഷരങ്ങൾ മാറി വരുന്നത്. ആ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇനി നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫാത്തിമ ഡാഷ് ഫാത്തിമതു അത്തുഫാഹ. ഫാത്തിമയാണ്, ഒരു പെൺകുട്ടിയാണ് ആപ്പിൾ എന്തോ ചെയ്യുന്നത്. അത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ നൽകിയതെല്ലാം ഫിഅലു മാദികളാണ്. ഫിഅലു മാദിയാണ്. ഫിഅലു മാദിയിൽ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്ന ഫിഅൽ ഏതാണ് ഈ നൽകിയിട്ടുള്ളതിൽ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഖത്തഅ എന്നത് ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഖതഫ എന്നത് ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അക്കലത്ത് എന്നത് ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അവസാനത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ത് എന്ന് കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ ഉത്തരം എഴുതുന്നു. എന്താണ് നമ്മുടെ ഉത്തരം? അഖലത്ത് എന്നാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. നോക്കൂ, യക്തുബു എന്നത് അന വന്നപ്പോൾ അക്തുബു ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ യജ്ലിസു എന്നത് അന വന്നപ്പോ എന്തായിട്ട് മാറും? മക്കളെ? എന്തായിട്ട് മാറും? അജ്ലിസു ആയിട്ട് മാറും. ഓക്കെ ആണോ? അജ്ലിസു ആയിട്ട് മാറും. അടുത്തത് യൽഅബു എന്നാണ്. യൽഅബു എന്നത് അന വരുമ്പോ, അന എന്ന ലൊമീർ വരുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു അന വരുമ്പോ എന്തായിട്ട് മാറും? ആയിട്ട് മാറണം. അന വരുമ്പോ ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ അൽഅബു എന്ന് എഴുതുന്നു. ഓക്കെ ആണോ? ഇനി ഇപ്പുറത്തേക്ക് നമ്മൾ വരികയാണ്. നെഹ്നു നെക്തുബു. യക്തുബു എന്നത് നെഹ്നു എന്ന ലൊമീർ വന്നതോടുകൂടി നെക്തുബു ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ യജ്ലിസു എന്നത് എന്തായിട്ട് മാറും? യെസ്, യജ്ലിസു എന്നത് നമുക്ക് ഇവിടെ നോക്കാം. യജ്ലിസു എന്നത് നെഹ്നു ആണ്. ഏതക്ഷരാണ് നമ്മൾ ആദ്യത്തിൽ കൊടുക്കേണ്ടത്? അതെ, നൂൻ എന്ന അക്ഷരാണ് നമ്മൾ ആദ്യത്തിൽ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കാൻ പോകുന്നു നെഹ്നു നെജ്ലിസു. നെജ്ലിസു. അടുത്തത് നോക്കാം. നെഹ്നു യൽഅബു എന്നത് എന്തായിട്ട് മാറും? നെഹ്നു നെൽഅബു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണ് എന്ന് കരുതാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ഷുവറാണ്, ഉറപ്പായിട്ടുണ്ടാവും. 5ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും എന്നത് ഉറപ്പാണ്. ഒരു സംശയം വേണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും മാസലാം.